Hello dear students, welcome to the new session of Basic Numerical Methods. അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് BCom BBA കോമൺ പേപ്പർ ആയിട്ടുള്ള ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ, arithmetic progression, geometric progression and harmonic progression. So first we move to the concept of sequence, series and progression. എന്താണ് sequence, എന്താണ് series, എന്താണ് progression? A sequence refers to an ordered list of numbers. It contains terms and the number of terms is called the length of the sequence. കുറച്ച് നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. എത്ര ടേംസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുവോ അതാണ് ലെങ്ത് ഓഫ് ദ സീക്വൻസ് എന്നറിയപ്പെടുന്നത്. കുടുക്കിയിൽ പണം നിക്ഷേപിക്കുന്ന ശീലം നമുക്കെല്ലാവർക്കും ഉണ്ടാവാം. സപ്പോസ് യു പുട്ട് ₹100 ടുഡേ ഇൻ യുവർ ബാങ്ക്, ഇൻ യുവർ പിഗ്ഗി ബാങ്ക് എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ കുടുക്കിയിൽ പണം നിക്ഷേപിക്കുന്ന ശീലം ആരംഭിച്ചപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു ₹100 അതിലേക്ക് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കാം. അടുത്ത ദിവസം നിങ്ങളൊരു ₹10 അതിലേക്ക് നിക്ഷേപിച്ചു. മൂന്നാമത്തെ ദിവസവും നിങ്ങളൊരു ₹10 അതിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഓരോ ദിവസവും ₹10 വെച്ച് നിങ്ങളതിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. കുറേ നാൾ നിങ്ങൾ ₹10 നിക്ഷേപിച്ചു. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഈ കുടുക്കിയുടെ ടോട്ടൽ എമൗണ്ട്, ഓക്കെ, ഈ പിഗ്ഗി ബാങ്കിലുള്ള ടോട്ടൽ എമൗണ്ട് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ₹10 നിക്ഷേപിച്ചിട്ടുള്ളത്. ആ ₹10 ഓരോ ദിവസത്തെ കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങളൊരു ഓർഡർ ഫോളോ ചെയ്തു, ₹10 ദിവസം ഇട്ടു. സോ ദിസ് ഈസ് ആൻ ordered list. Okay, this is known as sequence. And sequence, if presented as the sum of the list items, is known as a series. ഇനി ഇത് നിങ്ങൾ ആഡ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിച്ചോ. ഈ സീക്വൻസ് എല്ലാം കൂടെ നിങ്ങൾ സം ചെയ്യുകയാണ്. അതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് സീക്വൻസും സീരീസും എന്താണെന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ദ സീക്വൻസ് 1 3 5 7 9 ... Here the first term is 1, 3 is the second term, the third term is 5 and so on. Consider another example. Imagine yourself at a Pizza Hut. You have placed an order and your order number is 282. So currently they are serving the order number 275. So how many orders do you think will be served before your number? നിങ്ങളൊരു പിസ്സ ഹട്ടിൽ പോയി അവിടെ ഒരു പിസ്സ ഓർഡർ ചെയ്തു. നിങ്ങളുടെ ഓർഡർ നമ്പർ 282. കറൻ്റ്ലി അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡർ നമ്പർ 275 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിസ്സ കിട്ടുന്നതിന് മുമ്പ് എത്ര ഓർഡർ അവർ സെർവ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ദ ആൻസർ വിൽ ബി 6, റൈറ്റ്? ബിക്കോസ് യു ആർ ഇൻ എ സീക്വൻസ്. കാരണം 275 കഴിഞ്ഞ് 282 ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് 6 അക്ക നമ്പർ തന്നെയാണ്, അല്ലേ? 275 കഴിഞ്ഞാൽ 276, 277, 278, 279, 280, 281. സോ 6 ഓർഡേഴ്സ് അവർ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കിട്ടുക. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ സീക്വൻസ്. എ സീക്വൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ സ്പെഷ്യൽ ഓർഡർ. It is a string of numbers following a particular pattern and all the elements of a sequence are called its terms. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഒരു സ്പെഷ്യൽ ഓർഡറിൽ കൺസിഡർ ചെയ്യുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിലൊരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവും ആൻഡ് ഈ പാറ്റേണിൽ അറേഞ്ച് ചെയ്ത എലമെൻസിനെ നമ്മൾ ടേംസ് എന്ന് പറയുന്നു, നമ്പേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. 1 3 5 7 9 and 11. Okay, 3 dots. അപ്പോൾ അത് കണ്ടിന്യൂയിങ് ആണ്. So we can say that this is a sequence.
because we know that they are the collection of odd natural numbers. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 1-ന് ശേഷം 3, ഇതിന് ഡിഫറൻസ് 2 ആണ്. 3-ന് ശേഷം 5, 2 ആണ്. 5-ന് ശേഷം 7, ഡിഫറൻസ് 2 ആണ്. 7-ന് ശേഷം 9, ഓക്കെ, ഇതിന് ഡിഫറൻസ് 2 ആണ്. ഓഡ് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് എ പാറ്റേൺ ആണ്. പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിയർ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീക്വൻസ് വിൽ ബി ഇൻഫൈനൈറ്റ് ബിക്കോസ് എന്താണ്, ഇത് കണ്ടിന്യൂയിങ് ആണ്. ഈ നമ്പേഴ്സ് ഇതിനൊരു എൻഡ്, അവസാനമില്ല. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് എന്ന് പറയാം അല്ലേ. സോ സച്ച് എ സീക്വൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഈസ് നോൺ ആസ് ഇൻഫിനിറ്റ് സീക്വൻസ്. കുറച്ച് നമ്പേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് കൊടുത്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ ഒരു പർട്ടിക്കുലർ ഓർഡർ അനുസരിച്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് ഇട്ട സീക്വൻസിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഇതിനൊരു അവസാനം ഇട്ടാലോ? വാട്ട് ഇഫ് യു പുട്ട് എൻ ടു ദിസ്? 1, 3, 5, 7, 9, 11 ഡോട്ട്സ് 131. ലാസ്റ്റത്തെ നമ്പർ ആയിട്ട് നമ്മൾ 131 കൊടുത്തെന്ന് വിചാരിക്കുക. സോ ഇഫ് 131 is the last term of the sequence, we can say that the number of terms in the sequence is countable. അല്ലേ, 131 വരെ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളൂ. സോ ദിസ് സീക്വൻസ് വിൽ ബി കൗണ്ടബിൾ. സോ ഇൻ സച്ച് എ സീക്വൻസ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ടേംസ് ഈസ് കൗണ്ടബിൾ, ദേ ആർ കോൾഡ് ഫൈനൈറ്റ് സീക്വൻസ്. അങ്ങനെയുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഫൈനൈറ്റ് സീക്വൻസ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്താണ്? ഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് nth ടേം എന്നുള്ളത്. ദ nth ടേം ഈസ് ദ നമ്പർ at the nth position of the sequence and is denoted by n. The nth term is also called the general term of the sequence. ഒരു സീക്വൻസിലെ nth പൊസിഷനിൽ വരുന്ന നമ്പറിനെയാണ് nth ടേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സീരീസ് എന്നുള്ളത്. വാട്ട് യു മീൻ ബൈ സീരീസ്? Series is the sum of sequences. The series is finite or infinite according to the given sequence is finite or infinite. Series are represented as sigma, which indicates that the summation is involved. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസിൻ്റെ ഒരു സമ്മാണ്. ഓക്കെ, സീരീസിൽ പറഞ്ഞിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആഡ് ചെയ്യപ്പെടുന്നതിനെയാണ്, സമ്മേഷൻ ചെയ്യുന്നതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സം ഓഫ് സീക്വൻസ്. സീരീസ് ഈസ് ദ സം ഓഫ് സീക്വൻസസ്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. അതേ രീതിയിൽ തന്നെ ജസ്റ്റ് നമ്മൾ എന്താണ് അഡീഷനായിട്ട് കാണിച്ചാൽ മതി, അത് സീരീസ് ആവും. 1 + 3 + 5 + 7 + 9 + 11. ഓക്കെ, ഇതിൽ 3 ഡോട്ട്സ് ഇട്ട് ലാസ്റ്റ് നമ്പർ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഓക്കെ, അത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് നമ്പർ nth ടേം നമുക്കറിയത്തില്ല, ലാസ്റ്റ് ടേം നമുക്കറിയത്തില്ല. ഇനി അതിൽ ലാസ്റ്റ് നമ്പർ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, ഓക്കെ, അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സീരീസ്. ഫൈനൈറ്റ് സീരീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോഗ്രഷൻ ആണ്. വാട്ട് ഈസ് പ്രോഗ്രഷൻ? Those sequences whose term always follow certain patterns are called progression. ഒരു സീക്വൻസിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ടേംസും ഒരു സ്പെസിഫിക് പാറ്റേൺ, ഒരു certain പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എ പ്രോഗ്രഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് arranged in a predictable pattern. It is a type of number set which follows certain definite rules. അപ്പോൾ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് certain rules അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റൂൾ ഫോളോ ചെയ്തുകൊണ്ടുള്ള നമ്പർ സെറ്റാണ്. We can say that a progression has a specific formula to compute the nth term, whereas a sequence is based on specific logical rules. അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ലോജിക്കലി നമുക്ക് കണ്ടുപിടിക്കുന്നതാവാം, എന്തും ആവാം. പക്ഷേ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റൂള് ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണ്. സോ ഇറ്റ് ഹാസ് എ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ nth ടേം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്.
A progression can be generally classified into 3 different types such as arithmetic progression, geometric progression and harmonic progression. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് difference between sequence and series. Difference between sequences and series. Okay, first one sequence, second column series. First point, set of elements that follow a pattern. Series, sum of elements of the sequence. Second point, order of element is important. Series, order of elements is not so important. Third point, finite sequence 1, 2, 3, 4, 5. Finite series 1 plus, 2 plus, 3 plus, 4 plus 5. Infinite series 1, 2, 3, 4, etc. Infinite series 1 plus 2 plus 3 plus 4 plus ... Okay, so let's conclude our today's topic. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.